കട്ടക്കൽപ്പനയിൽ പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ നമ്മുടെ NKയും ശ്രുതിയും നമ്മുടെ ഡാൻസ് കളിച്ച് തകർത്ത് ഭയങ്കരമായിട്ട് ആഘോഷമാക്കി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ അശ്വിനായിട്ട് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് എല്ലാത്തിലും നന്ദിയുണ്ട്, എല്ലാത്തിനും ഉപകാരമുണ്ട്, എല്ലാത്തിനും താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിൻ പറയുമ്പോൾ അശ്വിൻ ആക്കി പറഞ്ഞതായിരിക്കും കേട്ടോ നമ്മുടെ പാർട്ടി കൊളാക്കിയതിന്. നമ്മുടെ ശ്രുതി ഡാൻസ് കളിച്ച് കൊളാക്കി എന്നാണ് നമ്മുടെ അശ്വിൻ്റെ വെപ്പ്. പക്ഷേ ശ്രുതിയുടെ ഡാൻസാണ് നമ്മുടെ പാർട്ടിയുടെ ഹൈലൈറ്റ്. അതേ പ്രേക്ഷകർ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും അല്ലേ. അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സാർ എൻ്റെ ചേച്ചിക്കും ആകാശേട്ടനും വേണ്ടി ഇത്രയും വലിയ പാർട്ടി സംഘടിപ്പിച്ചു. അപ്പം ഞാനായിട്ട് എൻ്റെ ചേച്ചിക്ക് അത് ഗംഭീരമാക്കി കൊടുക്കേണ്ട ഒരു ചുമതലയും കൂടി ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനിങ്ങനെ ഡാൻസ് കളിച്ച് തകർത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി സ്വയം ഇരുന്ന് പൊക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അശ്വിൻ ഞാനതിന് അതല്ലല്ലോ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുള്ള ഒരു നിപ്പാട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മുടെ അശ്വിൻ കുറേ ചൂടാവുന്നുണ്ട്. നിന്റെ ഈ ഡപ്പാങ്കൂത്ത് ഡാൻസ് ആണോ ഈ പാർട്ടി ഇത്ര വലിയ ഗംഭീരമാക്കി എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിൻ പിന്നെ കത്തി കയറുന്നുണ്ട്. നിന്റെ ഒരു ഡാൻസ് കാരണം ഈ പാർട്ടിയുടെ ഒരു സ്റ്റാൻഡേർഡേ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ അശ്വിൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ NKനെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു രംഗമാട്ടോ. ശേഷം നമ്മുടെ NK ആട്ടോ നമ്മുടെ ശ്രുതിയെ വീട്ടിലേക്കൊക്കെ കൊണ്ട് ആക്കുന്നത്. അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങൾ കേട്ടോ. അതിനുശേഷം നമ്മുടെ NKയും ശ്രുതി ഇങ്ങനെ ഡാൻസ് പാർട്ടീസ് എന്താ പറയുക പിന്നീടും വേറെ എന്തോ കാര്യത്തിന് വേണ്ടി വീണ്ടും ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ വെച്ചിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കപ്പിൾ ഡാൻസ് ആട്ടോ. അപ്പോൾ നമ്മുടെ NKയും ശ്രുതി ഇങ്ങനെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന നമ്മുടെ അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കും. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ അടങ്ങാനിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ അശ്വിൻ ഇട്ടോ കട്ടക്കലിപ്പിൽ നമ്മുടെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അശ്വിനോട് ആ ഉള്ളിലെ പ്രണയം തുറന്ന് പറയാനും സാധിക്കില്ല, എന്നാൽ ശ്രുതി ആരുടെയും കൂടെ പോകാനും പാടില്ല. ഇതെന്ത് പാടാണല്ലോ. അശ്വിൻ ആ കാര്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലെ പ്രേക്ഷകരെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.